ഇതുവരെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാർ എണ്ണയിലും ആയുധത്തിലും മാത്രമായി ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പതിറ്റാണ്ടുകൾ നീളുന്ന ഒരു വലിയ ബന്ധവുമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ. ഇപ്പോഴത്തെ ഒരു പുതിയ കരാർ കൂടി ഒപ്പുവെക്കപ്പെട്ടിരിക്കുന്നു. അതായത് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയതിന് തൊട്ട് പിന്നാലെ ആയിരുന്നു ഈ കരാർ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നു, പൂർത്തിയായിരിക്കുന്നു. റലോസ് എന്നാണ് ഈ കരാറിന്റെ പേര്. ഇതിനെക്കുറിച്ച് മുമ്പ് വിശദമായി ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലും ഒക്കെ വാർത്തകൾ ഞങ്ങൾ ചെയ്തിരുന്നതാണ്. ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച ഈ ഒരു കരാർ അടിസ്ഥാനത്തിൽ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സഹായ നീക്കങ്ങൾക്കും ലോജിസ്റ്റിക് നീക്കങ്ങളും ലഘൂകരിക്കുന്ന കരാറാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ ഈ കരാറിനെ കുറിച്ച് വ്യാഖ്യാനിക്കാമെങ്കിലും പറയാമെങ്കിലും ഇതിന് അപ്പുറത്തേക്ക് ഒരു വലിയ നീക്കം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിൽ വിശദമായി തന്നെ കരാറിൽ പറയുന്നു, റഷ്യ അവരുടെ അധോസഭയായ ദുമ ഈ കരാറിന്റെ അത് വോട്ടിട്ട് പാസാക്കി. കരാർ പ്രകാരം കരാറിൽ ഉള്ള രാജ്യങ്ങൾ അടിയന്തര സാഹചര്യത്തിൽ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ യുദ്ധവിമാനവും കപ്പലുകളും പടികടന്നെത്തും. ഹാർഡ്വെയർ അയക്കുക മാത്രമല്ല ചെയ്യുക, മാനുഷിക ശേഷിയും നൽകും. അതായത് സൈന്യം ഉൾപ്പെടെ ഇങ്ങെത്തും എന്നുള്ളതാണ് കൃത്യമായി അതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ സമയത്തടക്കം ഈ സേവനങ്ങൾ ഉണ്ടാകും. ഏത് സാഹചര്യത്തിലും അടിയന്തര സാഹചര്യത്തിലും ഈ നീക്കം ഫലപ്രദമാകും എന്ന് തന്നെയാണ് റഷ്യ പറയുന്നത്. റഷ്യൻ ഇന്ത്യൻ സൈനിക വിമാനങ്ങൾ വ്യോമാതിർത്തികൾ പങ്കിടും. അതിന് പ്രത്യേകിച്ചുള്ള റെഡ് ടേപ്പ് നൂലാമാലകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നും പറയുന്നു. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു കരാർ നമ്മൾ ഒപ്പുവെച്ചിരുന്നു. USSRുമായിട്ടായിരുന്നത് 1971. അതിനുശേഷം സമാനമായ രീതിയിലൊരു കരാർ ഇന്ത്യയെ തൊട്ടാൽ ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങളുടെ ആയുധങ്ങൾ മാത്രമല്ല, ഞങ്ങൾ നേരിട്ട് തന്നെ എത്തും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.